ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നടിയെ ആക്രമിച്ച കേസിൽ നിയമപോരാട്ടത്തിന് തയ്യാറെടുത്ത് അതിജീവിത. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. പോലീസ് അന്വേഷണം ആവശ്യപ്പെടും. 3 കോടതികളിലാണ് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധന നടന്നത്. റോഷിപാലുണ്ട്. റോഷിപാൽ, നിർണായക നീക്കവുമായി അതിജീവിത പോകുന്നു. ഈ നടിയെ ആക്രമിച്ച കേസിൽ എന്തുകൊണ്ട് മെമ്മറി കാർഡ്, അതും ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അനധികൃതമായി തുറന്നിട്ടും അതിന്മേൽ അന്വേഷണം നടന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. ആ അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ പോയത് ജുഡീഷ്യറിയുടെ പക്കലുള്ള ആ മെമ്മറി കാർഡിലെ സ്വകാര്യ ദൃശ്യങ്ങൾ മറ്റുള്ളവർ അനധികൃതമായി കണ്ടു എന്നതിൽ കൂടിയാണ്. അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല. അതിന്മേൽ 2 വർഷം വിചാരണ കോടതി തന്നെ അടയിരുന്നു. പിന്നീട് നമ്മൾ തന്നെ ഇടപെട്ട് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയെ തുടർന്നാണ് അത് പുറം ലോകം കണ്ടത്. റോഷി, എന്താണ് അതിജീവിതയുടെ നീക്കം? പോലീസ് അന്വേഷണം വേണമെന്ന് തന്നെയാണോ പറയുന്നത്? ഈ മെമ്മറി കാർഡ് ചോർന്നതിൽ ഒരു അന്വേഷണം അതിജീവിത ആവശ്യപ്പെടുകയാണോ? കോടതിയുടേതല്ലാതെ പുറത്തു നിന്നുള്ളൊരു അന്വേഷണം? അരുൺകുമാർ, കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിച്ച് ആവശ്യപ്പെടുന്നത് മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ്. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിൽ വസ്തുതാ പരിശോധന നടത്തിയിരുന്നു. ആ വസ്തുതാ പരിശോധന റിപ്പോർട്ട് വന്നെങ്കിൽ പോലും അതിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. വസ്തുതാ പരിശോധനയിൽ തന്നെ 3 കോടതികളിൽ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടുവെന്ന് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും അന്ന് വിചാരണ കോടതി നൽകിയിരുന്നില്ല. പിന്നെ ഹൈക്കോടതിയെ സമീപിച്ച ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിതക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ച് ഒരു കാരണവശാലും മെമ്മറി കാർഡ് നിയമവിരുദ്ധ പരിശോധനയിൽ അന്വേഷണം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ്. അന്ന് ആ ഹർജി, ദിലീപിന്റെ ഹർജി പൂർണ്ണമായും കോടതി തള്ളിയാണ്. കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് ഇതിൽ വസ്തുതാ പരിശോധന നടത്തണമെന്ന് പറഞ്ഞത്. നിയമവിരുദ്ധ പരിശോധനയാണ്. അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടു, അത് സംരക്ഷിക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതി അന്ന് നിരീക്ഷിച്ചത്. അങ്ങനെ ഏറ്റവും ഗൗരവമുള്ള നിരീക്ഷണം വന്നു. കാരണം 3 കോടതികളുടെ കസ്റ്റഡിയിൽ വെച്ചാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത്. ഈ പരിശോധിക്കപ്പെട്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ആ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിൽ പറയുന്നത് ഈ 3 സമയത്തും അത് കോടതി പ്രവർത്തിക്കുന്ന സമയമല്ല. കാരണം 2 കോടതിയുടെ കസ്റ്റഡിയിൽ മെമ്മറി കാർഡ് ഉള്ളപ്പോൾ അത് 2 തവണയും ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചത് രാത്രിയാണ്. ഒരു തവണ വിചാരണ കോടതിയിൽ വെച്ച് ഒരു വിവോ മൊബൈൽ ഫോണിൽ ഇത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പരിശോധന നടത്തി. അങ്ങനെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ വിവോ മൊബൈൽ ഫോണിൽ നിരവധി ആപ്പുകൾ, അത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ ടെലിഗ്രാം അടക്കമുള്ള ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് അയക്കാൻ പാകത്തിലുള്ള ആപ്പുകൾ പ്രവർത്തനക്ഷമമായിരുന്നു എന്നാണ് ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിൽ പറഞ്ഞത്. അങ്ങനെ ഗൗരവമുള്ള റിപ്പോർട്ട് അത് ട്രയൽ കോടതിയിൽ നിൽക്കുമ്പോൾ അത് റിപ്പോർട്ടർ ടിവിയാണ് അങ്ങനെ ഒരു ഗൗരവമുള്ള നീക്കം ഈ മെമ്മറി കാർഡിൽ നടന്നു, ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ കോടതിയെ അതിജീവിത സമീപിച്ചത്. വീണ്ടും നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ രാഷ്ട്രപതിക്കടക്കം ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത കത്ത് നൽകിയതാണ്. നേരത്തെ അതിജീവിത നൽകിയ ഹർജി തീർപ്പാക്കിയത് ഇതിൽ പ്രത്യേക ഹർജി വേണം, ഈ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രത്യേക ഹർജി നൽകാനുള്ള നിർദ്ദേശം വന്നു. ഇതിൽ ആരാണ് ഈ മെമ്മറി കാർഡുകൾ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചത്, ആരാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത്, അത് പുറത്തേക്ക് അയച്ചോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കൃത്രിമത്വം നടത്തിയോ, എന്തിനാണ് ആ ദൃശ്യങ്ങൾ അനധികൃതമായി കൈവശം വച്ചത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ സ്വകാര്യതയുടെ ലംഘനം, ഹൈക്കോടതി പറഞ്ഞതുപോലെ ഭരണഘടന ആ പെൺകുട്ടിക്ക് നൽകുന്ന അവകാശങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. അവർക്കുണ്ടായ മാനസിക വേദന കോടതി മനസ്സിലാക്കുന്നു. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ മേലുള്ള കാർമേഘമാണ് എന്നടക്കമുള്ള ഒരു നിരീക്ഷണങ്ങളായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ നീക്കം, അതിജീവിതം നടത്തുന്ന ഈ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ നീക്കത്തിൽ പോലീസ് അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. താങ്ക് യു റോഷി. ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് കോടതി ഒരു പോലീസ് അന്വേഷണമാകാം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, അതും വളരെ പ്രധാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർമാരുടെ, അതായത് ജഡ്ജിമാരുടെ, മജിസ്ട്രേറ്റുമാരുടെയൊക്കെ ഓഫീസിലുള്ള വളരെ പ്രധാനപ്പെട്ടവരാണ് ഈ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് രാത്രി സമയത്തൊക്കെ തുറന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അതിജീവിതയുടെ
ഒരു ദുരവസ്ഥയെ ഈ രീതിയിലാണ് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ചൂഷണം ചെയ്തതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ സിസ്റ്റത്തിലൊക്കെ വിശ്വാസമുണ്ടാവുക? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കോടതി അനുകൂലമായി നിലപാടെടുക്കുക. കാരണം ഈ ജുഡീഷ്യറിയിൽ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ. ഏറ്റവും ഒടുവിൽ സാധാരണക്കാരന്റെ അഭയസ്ഥാനം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി കോമൺ മാൻ ആണ് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം. അവിടുന്ന് തന്നെ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്ത് പോകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.